വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഞാൻ നിങ്ങളുടെ റീന മിസ് ആണ്. 10th കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കില്ലേ? നന്നായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതുക, അതൊന്ന് പഠിക്കുക. നിങ്ങളെ സമയമൊന്നും ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യാൻ തന്നെ നേരം വൈകി. ഇത് ജൂലൈ മാസമായില്ലേ, നമ്മൾ ജൂണിൽ തന്നെ എല്ലാ ഒരു ചാപ്റ്ററും പഠിച്ചു കഴിയേണ്ടതായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുവെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ഞാൻ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് 2 ക്ലാസ്സുകളിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു ചെറിയൊരു പോർഷൻ മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഏതാണെന്നറിയാം. ദ കറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സമയം കൂടുതലായതുകൊണ്ട് ഞാൻ അപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഈ കറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. കാറ്റലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ, അത് ചില സമയത്ത് കുറയ്ക്കാം. അപ്പോൾ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാനോ കുറയ്ക്കാനോ, അത് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ എല്ലാ സമയത്തും കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂടണം എന്ന് തന്നെ ഇല്ല. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരാം. അപ്പം അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രത്യേക കെമിക്കൽസിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്കൊരു മാറ്റം വരാൻ പാടില്ല. അവരൊരിക്കലും ആ കെമിക്കൽ റിയാക്ഷനിൽ എന്തില്ല, ഇൻവോൾവ് ചെയ്യില്ല. ആകെ അവർ ചെയ്യുന്ന കാര്യം എന്താണ്, ഈ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് ചിലപ്പോൾ കൂട്ടാം, ചിലപ്പോൾ കുറയ്ക്കാം. മനസ്സിലായി? അപ്പോൾ കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളുണ്ട്, കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ നോക്കൂ, കാറ്റലിസ്റ്റ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. അവർക്ക് സ്വയം ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്, അവർക്ക് ഒരിക്കലും ഒരു കെമിക്കൽ ചേഞ്ച് സ്വയം ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ അവരും കൂടെ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ മാറിപ്പോവും. മനസ്സിലായോ? അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ നമുക്കറിയാം റിയാക്ടൻസും പ്രോഡക്ട്സും. റിയാക്ടൻസ് എന്തായി മാറുന്നു? പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുമ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കാറ്റലിസ്റ്റ്. അവർക്കൊരിക്കലും സ്വയം ഒരു ചേഞ്ച് ഉണ്ടാവില്ല. Generally, transition elements and their compounds are widely used as catalysts. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പഠിച്ചു. എന്തായിരുന്നു ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അവരുടെ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. വനേഡിയം പെൻഡോക്സൈഡ് ഇൻ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ആ നിർമ്മാണ പ്രക്രിയയെ നമ്മൾ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയാം. സ്പോഞ്ചി അയൺ ഇൻ ഹെയ്ബർ പ്രോസസ്, അമോണിയൻ്റെ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ഹെയ്ബർ. ഇതൊക്കെ നിങ്ങൾ വലിയ കുട്ടികളാകും പഠിക്കും. ആൻഡ് നിക്കൽ ഇൻ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ ടു ഒബ്റ്റെയിൻ വനസ്പതി ആർ സം എക്സാമ്പിൾസ്. അപ്പോൾ വനേഡിയം പെൻഡോക്സൈഡ് ഏത് പ്രോസസ്സിൽ യൂസ് ചെയ്യുക? കോണ്ടാക്ട് പ്രോസസ്. ഇൻ കോണ്ടാക്ട് പ്രോസസ് വനേഡിയം പെൻഡോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. സെക്കൻഡ് വൺ എന്താണ്? ഹെയ്ബർ പ്രോസസ് സ്പോഞ്ചി അയൺ ഈസ് യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ദെൻ വെജിറ്റബിൾ ഓയിൽസ് ഉണ്ടാവും. സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രജനേറ്റ് ചെയ്യും. അതിൽ കൂടുതൽ ഹൈഡ്രജനേറ്റ് ചെയ്തിട്ട് അതെന്താക്കി മാറ്റും? വനസ്പതിയാക്കി മാറ്റും. നെയ്യാണ് കേട്ടോ. വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത് വനസ്പതിയാക്കി മാറ്റും. ഈ പ്രോസസ്സിൽ ഏതാ ഉപയോഗിക്കുക? നിക്കൽ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട്. ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ് കേട്ടോ. അതായത് വളരെ പതുക്കെ ഇരുന്നൊരു റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? വളരെ സ്പീഡാക്കും. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ്സൊക്കെ വളരെ സ്ലോ ആയ കോണ്ടാക്ട് പ്രോസസ്സിനെ വനേഡിയം പെൻഡോക്സൈഡ് ഉപയോഗിച്ച് അതിൻ്റെ സ്പീഡ് കൂട്ടും. അപ്പോൾ നമ്മളിത് ഇൻഡസ്ട്രിയൽ ആയിട്ട് വളരെ അധികം ഉപയോഗിക്കുന്ന ഈ ഇതൊക്കെയാണിത്, കാറ്റലിസ്റ്റുകളാണിത്. One reason for catalytic activity of D block elements is that
They are capable of showing different oxidation states and hence can act as oxidizing agents or reducing agents at the same time. അപ്പോൾ നമുക്കറിയാം, അതായത് ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമെന്ന് മിസ് പഠിപ്പിച്ചില്ലേ കഴിഞ്ഞ ദിവസം? മാംഗനീസിന് കുറേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു അല്ലേ? അയണിന് ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു, 2 +2 +3. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയാം? ഒരേ സമയത്ത് തന്നെ ഓക്സിഡൈസിങ് ഏജൻ്റായും റെഡ്യൂസിങ് ഏജൻ്റായും ആക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് മിസ് പറയുന്നില്ല. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഐ വിൽ ടേക്ക് ക്ലാസ്സസ് അബൌട്ട് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇപ്പോൾ നമുക്ക് എന്ത് മാത്രം പറഞ്ഞാൽ മതി? എന്തുകൊണ്ടാണ് വൈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ വൈ ദ കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയേണ്ടത്? catalytic activity of d block element is that they are capable of showing different oxidation states and so they can act as both oxidizing agent and reducing agent at the same time. ഒരേ സമയത്ത് തന്നെ ഓക്സിഡൈസിങ് ഏജൻ്റായും റെഡ്യൂസിങ് ഏജൻ്റായും പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. ഇതൊക്കെ ഏത് കുട്ടിക്കും എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് കേട്ടോ, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഇവിടെ നമ്മൾ കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഗിവിങ് കളർ ടു ഗ്ലാസസ് ആൻഡ് ഇൻ ഓയിൽ പെയിൻറ്റിങ്സ് ഒക്കെ മിസ് പറഞ്ഞു തന്നാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതിന് നിങ്ങളോട് കൂടുതൽ ഇൻഫോ ഞാൻ പറഞ്ഞു, ക്രാക്കേഴ്സിൽ ഉപയോഗിക്കും അല്ലേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കിയാലോ. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്തായിരുന്നു എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്? മിസ് കാണിച്ചു തന്നിരുന്നു. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിന് എവിടെയാണ് പീരിയോഡിക് ടേബിൾ എഴുതിയിരിക്കുന്നത്? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിന് ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കണം കണ്ടോ. അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ എൽ എ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എൽ യു എന്നിട്ടുണ്ട്. എന്താ കാര്യം? ലന്താനം മുതൽ ലുട്ടീനിയം വരെ, അതായത് ലന്താനം ടു ഇത് കണ്ടോ, ഇതുവരെ എവിടെയൊക്കെ എഴുതിയിരിക്കുകയാണ്? 14 എലമെൻറ്റ്സ്, അതായത് ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെ താഴോട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ്. അതേപോലെ ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെ മാറ്റി എഴുതി. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതും കൂടെ ഇവിടെ എഴുതിയ പീരിയോഡിക് ടേബിൾ ഈ ഒരു പേജിൽ കൊള്ളില്ല അല്ലേ? ഇവിടെ ഒരു കഷ്ണം, പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നീണ്ടിട്ട്, അപ്പോൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറ്റി എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് എന്തുണ്ട്? ഷേപ്പ് മാത്രമല്ല, ഇവർക്ക് കോമൺ പ്രോപ്പർട്ടീസും ഉണ്ട്. എഫ് ഉണ്ട്, എഫ് സബ്ഷെല്ലുകളുണ്ട്. ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് ആസ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ ഡി ബ്ലോക്ക് പറഞ്ഞില്ലേ, അതേപോലെ എഫ്, അതായത് ലാസ്റ്റ് ഷെല്ലല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള പെനൾട്ടിമേറ്റ് എഫ് സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഏകദേശം ഒരേ പ്രോപ്പർട്ടീസാണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ മാറ്റി എഴുതിയത്. ഇപ്പോൾ വാട്ട് ആർ ലാന്തനൈഡ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അതായത് ഫസ്റ്റ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th പീരീഡ്, ശരിയല്ലേ? ഈ 6th പീരീഡ്, ദെൻ 7th പീരീഡ്. 6th പീരീഡിൽ ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ്. 7th പീരീഡ്, ഇതാണ് കേട്ടോ പീരീഡ്, ഇങ്ങനെ പോകുന്നതാണ് പീരീഡ്. ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ്. നമ്മളെങ്ങനെയാ പറയുക? ഇൻ 6th പീരീഡ് the 14 elements come after lanthanum are called as lanthanides. Then actinides എന്താ പറയുക? In 7th period the 14 elements come after actinium are called as actinides. Lanthanides and actinides together known as inner transition elements നമ്മൾ ഇവരെ പറയും. ഓക്കെ, ഇത് കൂടാതെ മറ്റാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് മാത്രം മതി? എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയാം, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കൂ. ദി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദി എലമെൻറ്റ്സ് കമ്മിങ് ആഫ്റ്റർ ലന്താനം ആൻഡ് ആക്ടിനിയം ആൻഡ് ആർ പ്ലേസ്ഡ് ഇൻ 2 rows അറ്റ് ദ ബോട്ടം ഓഫ് പീരിയോഡിക് ടേബിൾ. അല്ലെ, പീരിയോഡിക് ടേബിളിൻ്റെ താഴെ 2 rows ആയിട്ടാണ് നമ്മൾ അവരെ എഴുതി വെച്ചിരിക്കുന്നത്.
The last electron in these elements are filled up in the anti-penultimate shell. The elements, അതായത് penultimate ഷെല്ലിനും തൊട്ട് മുമ്പത്തെ ഷെല്ലാണ് കേട്ടോ. The elements in the first row are called lanthanoids and those in the second row are called actinoids. F സബ്ഷെല്ലിലേക്കാണ് ഇവിടെ ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് റോയെ നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയും, സെക്കൻഡ് റോയെ നമ്മൾ പറയുന്നത് ആക്ടിനോയിഡ്സ് എന്നാണ്. ദീസ് എലമെൻറ്റ്സ് ബിലോങ് ടു 6th and 7th പീരിയഡ് റെസ്പെക്റ്റീവ്ലി. മിസ് പറഞ്ഞില്ലേ ഇപ്പോൾ. ഓൺ എക്സാമിനിങ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദി ലാസ്റ്റ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദി എഫ് സബ്ഷെൽ. എപ്പോഴും ലാസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് എഫ് സബ്ഷെല്ലിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്, എഫ് സബ്ഷെല്ലിൻ്റെ കുറച്ച് കോമൺ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. എഫിനെ കുറിച്ച് നിങ്ങൾക്ക് അധികം ഒന്നും പഠിക്കാനില്ല. സിമ്പിളായിട്ട് 4 പോയിൻറ്റ്സ് നോക്കൂ. ലൈക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മോസ്റ്റ് ഓഫ് ദീസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് അതായത് നമ്മൾ ഡി ബ്ലോക്ക് പറഞ്ഞതുപോലെ തന്നെ എഫ് ബ്ലോക്കിനും എന്തുണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കൂടെ ആരാണോ ഉള്ളത് അവർക്ക് എത്രയാണോ വേണ്ടത് അത്ര വെച്ചിട്ട് അവർ കൊടുക്കും. മോസ്റ്റ് ഓഫ് ദി ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ്. അതായത് റേഡിയോ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കും. ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് നമ്മൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും നമുക്കൊരിക്കലും നേച്ചറിൽ നിന്ന് കിട്ടുന്ന എലമെൻറ്റ്സ് അല്ല, നമ്മൾ ലാബിൽ ഉണ്ടാക്കിയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് അധികവും. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഇത്രയൊന്നും എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കൂടുന്തോറും നമ്മൾ ഓരോരോ പുതിയ പുതിയ എലമെൻറ്റ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടുപിടിക്കുന്നത് നാച്ചുറലായിട്ടുള്ള എലമെൻറ്റ്സ് വേറെ. അപ്പോൾ ഉണ്ടാക്കുന്ന എലമെൻറ്റ്സ് ആണ് അധികവും ഇതിലുള്ളത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം എക്സെട്ര ആർ യൂസ്ഡ് ആസ് ഫ്യൂവൽസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഈ യുറേനിയവും തോറിയം ഫിസിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. അതായത് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇവയൊക്കെ നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഫിസിക്സും എടുത്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. മോസ്റ്റ് ഓഫ് ദം ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ ദ പെട്രോളിയം ഇൻഡസ്ട്രി. നമ്മൾ പഠിച്ചാണ് നേരത്തെ അല്ലേ, എന്താണ് കാറ്റലിസ്റ്റ് എന്ന് ഞാൻ ഈ ബ്ലോക്കിൽ പറഞ്ഞു തന്നല്ലോ. Catalyst, they increase or decrease the rate of a chemical reaction without any self change. ആ സബ്സ്റ്റൻസിന് പറയുന്നതാണ് കാറ്റലിസ്റ്റ്. ഇപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രി, അതായത് പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ, പെട്രോളിൽ നിന്നും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആയിരക്കണക്കിന് പ്രോഡക്ട്സ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും, കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിൽ നിന്നും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ അധികവും എന്താണ്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ കൂടിയുള്ളവരാണ്. അതല്ല എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിലെ കോമ്പൗണ്ട്സിനെ കേട്ടോ. നോക്കൂ, ഇനി ഇവിടെ ഒരു ജസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു യൂസായിട്ട് പറയുന്നത് നോക്കൂ. നിയോഡൈമിയം ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് പവർഫുൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് മാഗ്നറ്റ്സ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? നിയോഡൈമിയം ഉപയോഗിക്കും. ഈ മാഗ്നറ്റ്സ് നമുക്കറിയാം, പൊതുവേ എപ്പോഴും നമ്മൾ പഴയ നിങ്ങൾ സ്പീക്കറിലെ മാഗ്നറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കറിയാം, ഭയങ്കര കനമായിരിക്കും അതിന്. അപ്പോൾ ഇവിടെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ പല ഇൻസ്ട്രുമെൻറ്റിലും ഉണ്ടെങ്കിലും കനം വളരെ കുറവല്ലേ. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? നിയോഡൈമിയം ഉപയോഗിക്കും. Monazite is also the mineral of cerium metal used for making flint stones. We should judiciously utilize this valuable mineral wealth. അതായത് ഇതൊക്കെ കുറേ നാളെടുത്ത് കഴിഞ്ഞാൽ തീർന്നു പോവും. നേച്ചുറലായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നതോറും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ജുഡീഷ്യസ്ലി, അതായത് നല്ല വിവേകപൂർണമായിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വളർന്നു വരുന്ന തലമുറയായതുകൊണ്ടാണ് അങ്ങനൊരു ഉപദേശം അവിടെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഞാൻ നിങ്ങൾക്കൊരു നോട്ട് പോലെ തരണം എന്നുണ്ടെങ്കിൽ തരാം, പക്ഷെ അതെങ്ങനെയൊന്ന് പ്രാവർത്തികമാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാൽ നോക്കട്ടെ. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ ടാസ്ക് താഴെയുണ്ട്, നോക്കൂ. ഒരു പീരിയോഡിക്, not the part of the periodic table given below.
The symbols given in the column are not real. കുറേ സിമ്പിൾസ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കൂ, ലിസ്റ്റ് ഔട്ട് ദി എലമെൻറ്റ്സ് ഓഫ് എസ് ബ്ലോക്ക്. വളരെ സിമ്പിളാണ്, ഏത് കുട്ടിക്കും പറയാൻ പറ്റും. ഏതൊക്കെ എസ് ബ്ലോക്ക്? ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പാണിത്, സെക്കൻഡ് ഗ്രൂപ്പ് എയും ബിയുമാണ് എസ് ബ്ലോക്ക്. പി ബ്ലോക്ക് ഏതാ? 13 to 18. ഡി ബ്ലോക്ക് ഏതാ? 3 to 12. പക്ഷെ നമ്മളോട് ആകെ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, എസ് ബ്ലോക്ക് ഏതാണെന്ന്. ഏതാണ്? എ ആൻഡ് ബി. അറിയില്ലേ? വിച്ച് എലമെൻറ്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് +2 ആരെ കാണിക്കുക? 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ് +2 കാണിക്കുക അല്ലേ. ഒരു ഇലക്ട്രോൺ പോയാൽ +1. ആരാ ഒരു ഇലക്ട്രോണിനെ എപ്പോഴും ഡൊണേറ്റ് ചെയ്യാം? എസ് ബ്ലോക്കുകാരാണ്. അല്ല എന്താ കാര്യം? ഇവരുടെ എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ എന്താ ഉള്ളത്? S1. എല്ലാവർക്കും 1s1 2s1 3s1 4s1 S1 ആണ്. അപ്പം എല്ലാവരും ഏതാ കാണിക്കുക? +1 ആണ് കാണിക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൽ എല്ലാവർക്കും എന്താ ഉള്ളത്? S2 2s2 3s2 4s2 ഒക്കെ 2 ആണല്ലോ. അവർ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറും? S2 ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് ഏതായിട്ട് മാറും? +2 ആവും. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? വിച്ച് എലമെൻറ്റ് ഷോസ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2 കാണിക്കുന്നവരപ്പോൾ ആരാണ്? ബി. അത് ബി. ഇത് ശരിക്കും ലെറ്റർ അല്ല, ജസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ബി ആണ് അല്ലേ. അപ്പോൾ എ +1 കാണിക്കും, ബി +2 കാണിക്കും. മറന്നു പോകരുത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് എലമെൻറ്റ് കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഏതാണ് 5 ഇലക്ട്രോൺ ഉള്ളത്? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ളത് ആരാണ്? ഇവിടെ ഇവർക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇവിടെ 1ഉം ഇവിടെ 2ഉമാണ് ഉള്ളത്. ഇതിനാണെങ്കിലോ ഇ എഫ്. ഇതിന് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ, സി ഡി എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് അല്ലേ. ഇവിടെ നോക്കൂ, ഇതിലേതിലെങ്കിലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടോ നിങ്ങളൊന്ന് എഴുതി നോക്കണം. അപ്പോൾ നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഈ നോക്കൂ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 5 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഷെൽ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നാണ്, അത് നിങ്ങൾ നോക്കി വയ്ക്കണം. ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ എന്നല്ല, ഷെൽ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതുമ്പോൾ 1s2 2s2 2p. ഇവിടെ നോക്കൂ, ഇത് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണല്ലേ. 2 എന്നുള്ള ഷെല്ലല്ലേ, ഇതും ഷെല്ലാണ്, ഇതാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. 5 ഇലക്ട്രോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2, അപ്പോൾ 3 5. 1s2 2s2 2p3. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാം? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരാം. അപ്പോൾ 2 2 4 3 7 വരുന്നവരൊക്കെ എന്തായിരിക്കാം? 7 അറ്റോമിക് നമ്പർ വരുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയത് വരുന്നതാണ് എന്ത് വരിക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ വരിക അല്ലേ. അപ്പോൾ ഇവിടെ 7 വരാൻ ചാൻസ് ഉള്ളത് ഏതാണുള്ളത്? 7 വരാൻ. അല്ലെങ്കിൽ നോക്കൂ, ഇതിലെന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക? ഇത് പി ബ്ലോക്ക് അല്ലേ. പി ബ്ലോക്കിൽ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2p1 ഉണ്ടാവുക, ഇവിടെ 2p2 ഉണ്ടാവുക, ഇവിടെ എന്താ ഉണ്ടാവുക? 2p3 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2p3 ഇല്ലേ ഇവിടെ? 2p3. അപ്പോൾ ഏതാ വരാൻ ചാൻസ് ഉള്ളത്? ഇ ആണ്. മനസ്സിലായോ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ഷെൽ എന്നാണ്. അപ്പോൾ ഷെൽ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ സെക്കൻഡ് ഷെല്ലാണ്, രണ്ടാമത്തെ ഷെൽ. കണ്ടോ, രണ്ടാമത്തെ ഷെല്ലിൽ എസിൽ 2ഉം പിയിൽ 3ഉം ഉണ്ട്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലാണുള്ളത്, എസ് സബ് ഷെൽ ആൻഡ് പി സബ് ഷെൽ. എസിൽ 2ഉം പിയിൽ 3ഉം. ടോട്ടൽ എത്ര എണ്ണം വരും? 5 എണ്ണം. അതുകൊണ്ടാണ് അവിടെ 2p3 വരുന്നത് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഞാനാണ് ഇ എന്ന് പറയാൻ കാരണം. ഇനി അടുത്ത് നോക്കൂ. വിച്ച് ഈസ് ദ എലമെന്റ് ഹാസ് 5p ഇലക്ട്രോൺ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ? പിയിൽ 5 എണ്ണം ഉള്ളത്. ഇപ്പോൾ ഇവിടെ പിയിൽ 3 ആണ്, ഇതിൽ പിയിൽ 4, ഇതിൽ പിയിൽ എത്രയായിരിക്കും? പിയിൽ 5. അത് ഓർത്ത് വയ്ക്കണം. എല്ലാവർക്കും പിയിൽ 5 ആണ്. ഇവിടെ എല്ലാവർക്കും പിയിൽ 4, എല്ലാവർക്കും 3, എല്ലാവർക്കും 2, എല്ലാവർക്കും 1. ഈ ഗ്രൂപ്പിലെല്ലാം ഒരേപോലെയാണ് വരിക. അപ്പോൾ ഏതാ വരിക? ജി ആണ് വരിക കേട്ടോ. വിച്ച് ഈസ് ദ എലമെന്റ് ഹാസ് 5p ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ? ഏതാ വരിക? ജി ആണ് വരിക. അടുത്ത് നോക്കൂ. വിച്ച് ആർ ദി എലമെന്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഡി സബ് ഷെൽ? ഡിയിലേക്ക് പോകുക ഏതൊക്കെയാണ്? ഡി ബ്ലോക്ക് നമുക്ക് അറിയാം, സിമ്പിൾ. ഏതാണ്? 3 to 12. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സിയും ഡിയും. ഇവരുടെ രണ്ടാളുടെയും ലാസ്റ്റ് ഇലക്ട്രോൺസ് എങ്ങോട്ട് എൻ്റർ ചെയ്യുക? ഡിയിലേക്കാണ് എൻ്റർ ചെയ്യുക.
വിച്ച് എലമെന്റ് ഹാസ് ദി ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയത് ആരാണെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചാണ് വാട്ട് ഈസ് മെൻ ബൈ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോൺസിനെ പുറത്തെടുക്കാൻ ആവശ്യമായ എനർജി. നമ്മൾ കൊടുക്കേണ്ട എനർജിക്കാണ് എന്ത് പറയാം? അയോണൈസേഷൻ എനർജി എന്ന് പറയാം. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിലീസ് ചെയ്യിക്കാൻ വേണ്ട എനർജിയാണ്. അപ്പോൾ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി എപ്പോഴും ഉണ്ടാവുക ആർക്കാണ്? ഔട്ടർ മോസ്റ്റ് ഷെൽ ഫുള്ളി ഫിൽഡ് ആണെന്ന് വിചാരിച്ചോളൂ. ഔട്ടർ മോസ്റ്റ് ഷെൽ ഫുൾ ഫിൽഡ് ആണെങ്കിൽ അവരെ നമുക്ക് ഇലക്ട്രോണെ റിലീസ് ചെയ്യിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ നമുക്ക് പുറത്തെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതിന് ഹൈ എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ആർക്കായിരിക്കും ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഷെല്ലുണ്ടാവുക? ഫുൾ ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലുണ്ടാവുക അത് ലാസ്റ്റിനാണല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റിനാണ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ തൊട്ട് മുമ്പത്തിന് എഴുതിയാൽ മതി. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇനേർട്ട് ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കൊടുത്തിരിക്കുന്നത്? H കൊടുത്തിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് ഗ്രൂപ്പാണ്. ഈ ലാസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാവർക്കും നമുക്കറിയാം P ഇലക്ട്രോൺസ് എത്രയാണ്? P6 ആണ് അല്ലേ? ഇവിടെ നമ്മൾ P3 നേരത്തെ എഴുതി. P3, P4, P5, P6 ആണ്. ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള P സബ് ഷെല്ലാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും ഇലക്ട്രോണെ റിലീസ് ചെയ്യില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഹാസ് ടു ബി സപ്ലൈഡ്. അതുകൊണ്ടാണ് അയണൈസേഷൻ എനർജി വളരെ ഹൈ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത് ആരാണ്? H ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. വിച്ച് ഈസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ? നോൺ മെറ്റൽ ഹൈലി റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരാണ്. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാലോ ഇലക്ട്രോൺസിനെ എപ്പോഴും വാങ്ങുന്നവരാണ്. അപ്പോൾ ഈ സബ് ഷെല്ലിൽ ഏകദേശം എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കുക? നമ്മൾ പഠിച്ചു S-ൽ 1ഉം S-ൽ 2 ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? എപ്പോഴും ഇലക്ട്രോൺസിനെ കൊടുക്കുക ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇവരെന്ത് പറയുന്നത്? മെറ്റൽസ് ആയിട്ട് എടുക്കുന്നത്. S ബ്ലോക്ക് ഓൾമോസ്റ്റ് മെറ്റലാണ്. ദെൻ P ബ്ലോക്കിലാണെങ്കിലോ, Pയിൽ മെറ്റൽസ് ഇല്ല എന്നല്ല കേട്ടോ. P ബ്ലോക്ക് ആണെങ്കിൽ P1 മുതൽ P6 വരെയാണുള്ളത് P ബ്ലോക്ക്. P6ൻ്റെ ആൾക്കാർ നമ്മൾ പറഞ്ഞു ഫുൾഫിൽഡ് ആയതുകൊണ്ട് ദേ നെവർ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അതിൽ ഇല്ല. ദെൻ P5 നോക്കൂ. P5നാണെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോൺ കിട്ടിയാൽ എന്തായി മാറാം? P6 ആവാം അല്ലേ? അപ്പോൾ അവരെപ്പോഴും ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക? -1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക? P5. അതായത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അല്ല, നോൺ മെറ്റൽ. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ദേ ഓൾവേസ് ഗെയിൻ ഇലക്ട്രോൺസ്. അതിനാണ് നമ്മൾ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോണ്. ഇതൊക്കെ റൂൾസാണ്. ഇതൊന്നും 100% അങ്ങനെ പറയാൻ പറ്റില്ല. ഓൾവേസ്, ഓൾമോസ്റ്റ് എന്ന് നമ്മൾ പറയുള്ളൂ കേട്ടോ. അതിൻ്റെ എക്സെപ്ഷൻ കേസുകൾ വരാം. ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങളെല്ലാം അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് നോൺ മെറ്റൽസ് എല്ലാം എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാണ് ചെയ്യുക. പെട്ടെന്ന് ഗെയിൻ ചെയ്യുന്നത് ആരാണ്? P5 ഉള്ളവരാണ്. അതായത് ഒരൊറ്റ ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ചോദ്യം എന്താണ്? വിച്ച് ഈസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ എന്നാണ് നമ്മളെ ചോദ്യം. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാന്ന് അല്ലേ? പെട്ടെന്ന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണമെങ്കിൽ P സബ് ഷെല്ലിൽ 5 ആയിരിക്കണം. P6 ആയാൽ ഫുള്ളായി. അപ്പോൾ P5 ഉള്ളതിൽ ആർക്കാണ്? P5 ഉണ്ടാവും പഠിച്ചു അല്ലേ? H എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാവർക്കും P6 ആണ്. അപ്പോൾ ലാസ്റ്റിൽ P5 ഉള്ളത് ആരാണ്? ഇറ്റ് ഈസ് G. ഇതിന് P5 ആണ്. ഇവിടെ P1, P2, P3, P4, P5 ആണുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ P5 ഉള്ള ആളാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയൊക്കെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതാം. എന്നിട്ട് ഇവിടെ ആകെ പോലെ ലെറ്ററെ കൊടുത്തിട്ട് G മാത്രം. അതുകൊണ്ട് വിച്ച് ഇസ് ദ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ? ഇറ്റ് ഈസ് G. വിച്ച് എലമെൻറ്റ് ഷോസ് -2? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നു. -1 കാണിക്കുക ആരാണ്? P5 എപ്പോഴും -1 കാണിക്കും. ഇനി P4 ഒരാളാണെങ്കിലോ, P4 ആളാണെങ്കിലും എത്ര കിട്ടിയാൽ മതി 6 ആവാൻ?
P6 ആവാൻ ആകെ 2 ഇലക്ട്രോൺ കിട്ടിയാൽ മതി. അപ്പോൾ അവർ എപ്പോഴും എന്താ ചെയ്യുക, -2 ആണ് കാണിക്കുക. പെട്ടെന്ന് 2 ഇലക്ട്രോൺ മേടിക്കും. ഇതും ഹൈലി റിയാക്റ്റീവ് തന്നെയാണ്. അപ്പോൾ -2 കാണിക്കുന്നത് ആരാണ്? ഇപ്പോൾ നോക്കൂ, -2 ഇത് P നമ്മൾ പറഞ്ഞു, ഇത് -1 കാണിക്കും. തൊട്ട് മുമ്പത്തെ ആളാണ് -2 കാണിക്കുക. അതായത് P1, P2, P3, P4. ലാസ്റ്റ് സബ്ഷെല്ലിൽ P4 ഉള്ള എലമെൻറ്റ്സ് ആണ് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക, -2 കാണിക്കുക. +2 കാണിക്കുക നമ്മൾ പഠിച്ചു അല്ലേ. +2 ആരാ കാണിക്കുക, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. എസ്സിൽ 2 ഉണ്ടെങ്കിൽ +2, എസ്സിൽ 1 ഉണ്ടെങ്കിൽ +1. ലാസ്റ്റ് P4 ആണെങ്കിൽ അവർ കാണിക്കുക -2. P5 ആണെങ്കിൽ അവർ കാണിക്കുക -1. P6 ആണെങ്കിൽ അവരൊന്നും കാണിക്കില്ല, ഇല്ല, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയില്ല. പഠിച്ചല്ലോ. -2 കാണിക്കുന്നത് F ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെൻറ്റ് ഇൻ ദിസ് ഈസ് 2s2 2p6. ഇതിൽ ഒരാളുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, 2s2 2p6 എന്നുള്ളതാണ്. ആരതാ 2s2 2p? നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാ P6 ആർക്ക് വന്നത്, ലാസ്റ്റ് ഉള്ളവർക്കാണ് P6 വരിക. ഇവരുടേത് ഫുള്ളി ഫിൽഡ് ആണ്. അപ്പോൾ ഈ H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അല്ല കേട്ടോ. H എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ H എന്ന എലമെൻറ്റിനാണ് എന്തുണ്ടാവുക, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p6 എന്നുണ്ടാവുക. മനസ്സിലായി? അതിന് മുമ്പ് 1s2 ഉണ്ടാവും. 1s2 2s2 2p6 എന്നായിരിക്കും. കാരണം അവരുടെ ഷെല്ല് ഫുള്ളാണ്, ഫുള്ളി ഫിൽഡാണ്. റൈറ്റ് ഡൗൺ ദ കംപ്ലീറ്റ് സബ്ഷെൽ കോൺഫിഗറേഷൻ. എന്തായിരിക്കും, 2s2 2p6 തൊട്ട് മുമ്പത്തെ 1s2 1s2 2s2 2p6 നിറഞ്ഞ ഷെല്ലാണ്. റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഇനേർട്ട് ഗ്യാസസ് ആണ്, അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയാം അല്ലേ. ഇനേർട്ട് ഗ്യാസ് എന്ന് അവരെ പറയാൻ തന്നെ കാരണം എന്താണ്, ദേ ഹാവ് completely filled P subshell, so they never take part in chemical reaction. They never lose electrons or never gain electrons. They are inactive. That is why they are called noble gases or inert gases. മനസ്സിലായി? ഇനേർട്ട് ഗ്യാസ് എന്ന് പറയാൻ തന്നെ കാരണം അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോൺസിനെ കൊടുക്കൂല, വാങ്ങൂല, പങ്കെടുക്കുക തന്നെ ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇങ്ങനെ 2s2 2p6 എന്ന് വന്നിട്ടുള്ള H എന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇറ്റ് കംസ് അണ്ടർ ഇനേർട്ട് ഗ്യാസസ്, ദേ നെവർ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ്സ് P subshell, ലാസ്റ്റ് P subshell is completely filled. അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത്, കംപ്ലീറ്റ്ലി filled. ഇനി അടുത്ത് നോക്കൂ. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബിറ്റ്വീൻ A ആൻഡ് G. ഇവിടെ എയും ജിയും തമ്മിൽ ചേർന്ന്, എ ഇതാണ് അല്ലേ, ഇതാണ് എ. എന്ന് പറഞ്ഞാൽ ഇതിലെ വരിക, ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എത്ര ഉണ്ട് നമ്മൾ പഠിച്ച്, ഫസ്റ്റ് S1 അല്ലേ. അപ്പോൾ എയുടേത് ഏതാണ്, എയും ജിയും തമ്മിൽ ചേരുമ്പോൾ ആണെന്നുള്ള ചോദ്യം. എയും ജിയും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ടിൻ്റെ പേര് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, എയും ജിയും. ഇപ്പം എങ്ങനെയാണ്, എയും നമ്മൾ പറഞ്ഞു AS1 ആണ് വരിക, ഫസ്റ്റ് ഷെല്ലാണ് കൊടുത്തിരിക്കുന്നത്. ജി ഏത് ഷെല്ലാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ, ജി ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ P5 ആണ് വരിക ജിക്ക്. നേരത്തെ പറഞ്ഞല്ലേ P1 P2 P3 P4 P5 P6. അപ്പോൾ ജിക്ക് ഏതാ വരിക, P5 ആണ് വരിക. നോക്കൂ, അപ്പോൾ നമുക്ക് എക്ക് S1 വരും, ജിക്ക് എന്താ വരിക, P5 ആണ് ഔട്ടർ മോസ്റ്റിൽ വരിക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, എസ് എപ്പോഴും ഒരു ഇലക്ട്രോണെ കൊടുക്കും. P5 ആണ് ഒരു ഇലക്ട്രോണെ പെട്ടെന്ന് മേടിക്കുക, P ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ ഒരു എക്ക് എത്ര ജി വേണം, ഒരു ജി മതി. ഒരു എ ഒരു ഇലക്ട്രോണെ കൊടുക്കും, ഒരു ജി ഒരു ഇലക്ട്രോണെ മേടിക്കും. അപ്പോൾ ഒന്ന് കൊടുക്കും, ഒന്ന് വാങ്ങും. അപ്പോൾ ഇവിടെ ഏതാ കോമ്പൗണ്ട് ഫോം ചെയ്യുക, എ ജി എന്ന കോമ്പൗണ്ടാണ് ഫോം ചെയ്യുക. മനസ്സിലായോ? എ ജി എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുക. ഇനി എയുടെ കേസിൽ, എ ജി നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ എയുടെ കേസിൽ ബി ആണ് ഇവിടെയെങ്കിലോ,
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ബി ഉണ്ട്. ബി വരുന്നത് നോക്കൂ, ബി വരുന്നതല്ല വരുന്നത്, ബി ഇതിലാണ് വരുന്നത് കണ്ടോ, സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. അതായത് അതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയല്ലോ. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. എക്ക് പകരം ഞാൻ ബി ആണ്. ബിയിലാണെങ്കിൽ എന്തുണ്ട്? ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ S2 ഉണ്ട്. S2. ഇവിടെ ജി തന്നെ, ജിക്ക് P5. വെറുതെ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, S 2 എണ്ണം കൊടുക്കും, P 1 ഉള്ളൂ വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ എത്ര P എഴുതേണ്ടി വരും? P 2 എണ്ണം വേണ്ടേ? P5. അപ്പോൾ ഇവിടെ ഈ S 1 കൊടുക്കും, ഈ S 1 കൊടുക്കും. അപ്പോൾ ഒരു ബിക്ക് എത്ര ജി വേണ്ടി വരും? ഒരു ബിക്ക് 2 ജി വേണ്ടി വരും അല്ലേ? അപ്പോൾ അങ്ങനെ BG2 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമുക്ക് ഏത് തന്നാലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് എഴുതാം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലേ, നിങ്ങൾ 1 2 തവണ കാണുക. കണ്ടിട്ട് ചെറിയ ചെറിയ കുറിപ്പുകളെങ്കിലും എഴുതി വെക്കുക കേട്ടോ. ഇതൊന്നും ശരിക്കും നോട്ട് എഴുതിയിട്ട് ആ നോട്ട് വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതുണ്ടാവില്ല. മിക്കവാറും ഉണ്ടാവുക ഇതുപോലത്തെ ക്വസ്റ്റ്യനാണ് കണ്ടോ. ഇതേപോലെ ഒരു ടേബിൾ തന്നിട്ട് അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിക്കണം. ഇത് ചെയ്ത് പഠിക്കണമേ, അതായത് എല്ലാ ബ്ലോക്കിനെയും കൂടി ഉൾപ്പെടുത്തി ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇട്ടാൽ മതി. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ S പഠിച്ചോ, P പഠിച്ചോ, D പഠിച്ചോ, F പഠിച്ചോ എന്നുള്ളത് പരീക്ഷ നടത്തുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസും പിയും ഡിയും എഫും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നല്ല കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കും. ഇപ്പോൾ നിങ്ങളോട് ഫ്രെയിം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണ് വിച്ച് എലമെൻറ്റ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് വെച്ച് നിങ്ങൾ എന്താ എഴുതുക? ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഇതിൽ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ എഴുതുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, D ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ് അല്ലേ? ഇനി കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിനാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെ എഴുതേണ്ടത്? കാറ്റലിസ്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ? കോമ്പൗണ്ട്സ് D ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പം അങ്ങനെ പല പല വെറൈറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഞാനത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് സമയം നിങ്ങൾക്കുണ്ടാവും പകലൊക്കെ. ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ വിക്ടേഴ്സ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിരുന്ന് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് പഠിക്കുക. നിങ്ങളെ ആരും കമ്പൽ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ പാരൻസിനൊക്കെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ നാളായിട്ട് കുട്ടികൾ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് വെറുതെ ആ ചാനലും ഈ ചാനലും നോക്കിയിരിക്കരുത്. ഈ ഒരു വർഷം നിങ്ങൾക്ക് അതിനൊന്നുള്ള സമയമല്ല. 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതാണ്. +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ എല്ലാവർക്കും ഫുൾ A+ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ വിചാരിച്ച് നടക്കാത്ത ഒരു കാര്യമില്ല. മനസ്സിലായോ? നമ്മളെ മനസ്സാണ് നമ്മൾ എന്താവണം തീരുമാനിക്കുന്നത്. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് പല ചാനൽസിലും നിങ്ങളുടേതായിട്ടുള്ള പല ടോപ്പിക്സും കിട്ടുന്നുണ്ട് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്സൊക്കെ നല്ലോണം ചെയ്ത് പഠിക്കുക. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇതുപോലെ വീഡിയോസ് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മിസ്സിനോട് ചോദിക്കാം. 8th ഞാൻ ഓൺലൈൻ ട്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ 8th വീഡിയോ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ 10th വീഡിയോസിൽ അത് നമ്പറൊന്നും ഇട്ടിട്ടില്ല. 8th വീഡിയോസിലുണ്ടാവും. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളിത് ചെയ്യും. അപ്പോഴേക്കും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ നാളെ. ഓക്കെ, ബൈ.